കാരണം ഇതാണ്, പിണറായി ഈ വി എസിൻ്റെ ആളെന്നുള്ള ഒറ്റ തെറ്റാണ്. പിണറായിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വി എസിനെ കൊണ്ട് ഞാൻ പോയതാണ്. ഞാൻ വി എസിനെ പിടിച്ചുകൊണ്ട് പോയി ഒറ്റ പോക്കൊണ്ട് 1000 ഏക്കർ വനമായി മാറി. എന്നെ നശിപ്പിക്കാൻ പിണറായി തീരുമാനിച്ചു. ആ പിറ്റേ ഇലക്ഷനിൽ എനിക്ക് സീറ്റ് കിട്ടാൻ പുറത്താക്കി. പാലായിൽ ആ സ്റ്റേഷൻ വരെ ഇടിച്ചു. അതാ രസം. എൻ്റെ കാലിനകത്തൂടെ ബാണറ്റ് കുത്തിക്കയറ്റി. ഇപ്പോഴും പുള്ളിയുടെ കാലം നോക്കിയാൽ പാട് കിടക്കുന്നത്. ബാണറ്റ് കുത്തിക്കയറ്റി. ഇത്ര പീഡ സഹിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ പട്ടികയുടെ കുടുംബങ്ങളും 5 കിലോ അരി വെച്ച് കൊടുക്കും. അങ്ങനെ വി എസിനെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പി എസ് അച്യുതാനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാറ്റിട്ട് എൻ്റെ നിയമങ്ങളിൽപ്പെട്ട പൂഞ്ഞാർ. ഞാൻ LDF നിൽക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷമാണ്. വി എസ് അച്യുതാനന്ദൻ ഒരു നല്ല മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ബന്ധങ്ങളെ ഒളിച്ചു വെക്കാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വി എസ് അച്യുതാനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പൂഞ്ഞാറ്റിന്ന് എൻ്റെ നിയമങ്ങളിൽപ്പെട്ട പൂഞ്ഞാർ. വാലാനിക്ക് കുടുംബമുണ്ട് ഇവിടെ പൂഞ്ഞാറ്റിൽ. വാലാനി കുടുംബത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ല. വാലാനിക്കാർ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ. ബാക്കി മുഴുവൻ ഈ ക്രിസ്ത്യാനി മുഴുവൻ ഒരെണ്ണവും ഇല്ല കമ്മ്യൂണിസ്റ്റുകാർ. അവിടെ ഒളിച്ചിരുന്ന ആരും അറിയില്ലോ എന്ന് വിചാരിച്ചാൽ വി എസ് അവനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. വി എസ് അങ്ങനെ അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് പുള്ളി രാവിലെ ആ ഒരു തോടിലിറങ്ങി കുളിക്കും. ആരോ കണ്ടു. അന്നേരം അറിയിച്ചു. അപ്പോഴേ മീനച്ചി പോലീസാണ് വന്നു. പിറ്റേ ദിവസം രാവിലെ തോടിലിറങ്ങി വഴി പിടിച്ച് അവിടം മുതൽ ഇടിച്ചു. പാലായിൽ ആ സ്റ്റേഷൻ വരെ ഇടിച്ചു. അതാ രസം. എൻ്റെ കാലിനകത്തൂടെ ബാണറ്റ് കുത്തിക്കയറ്റി. ഇപ്പോഴും പുള്ളിയുടെ കാലം നോക്കിയാൽ പാട് കിടപ്പുണ്ട്. ബാണറ്റ് കുത്തിക്കയറ്റി. ഇത്ര പീഡ സഹിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഇത്രയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഇത്ര ആദർശയുക്തിയുള്ളവൻ, 5 രൂപയുടെ വൃത്തികളില്ലാതെ കൈക്കൂലി ഇല്ലാത്തവൻ, ഒരു മനുഷ്യൻ എൻ്റെ നാടാണല്ലോ ഇങ്ങനെ ഉപദ്രവിച്ചെന്നോർത്തുള്ള മനപ്രയാസം കൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ ബഹുമാനം തോന്നി. ഞാൻ അങ്ങനെ പോയി കാണും. വർത്തമാനം എന്നെ ഭയങ്കര ഇഷ്ടം. മകനെപ്പോലെ സ്നേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മൂന്നാർ കൊണ്ടുപോയത് ഞാൻ. മൂന്നാർ മാത്രമല്ല, മതികെട്ടാമല 1000 ഏക്കറിലെ മാണിക്കാരെല്ലാം കൂടെ കയ്യരുത് മുഴുവൻ പിടിച്ചു പറിച്ചില്ലേ. മുഴുവൻ ഏക്കാണ്ട് ഗവൺമെൻറ് അത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച് വനമാക്കിയില്ലേ. 1000 ഏക്കറാണ്. ഞാൻ പി എസിനെ കൊണ്ട് ഞാൻ പോയതാണ്. ഞാൻ പി എസിനെ പിടിച്ചുകൊണ്ട് പോയി ഒറ്റ പോക്കൊണ്ട് 1000 ഏക്കർ വനമായി മാറി. പിന്നെ പീരുമേടിലെ പാവപ്പെട്ട ഒരു കുഞ്ഞ് 9ാം ക്ലാസ് പണിക്ക് വെച്ച് ആത്മഹത്യ ചെയ്തില്ലേ. അതിൻ്റെ ഷഡ്ഡി ഇംഗ്ലീഷുകാരാക്കിയ മുഴുവൻ 30 തുളയുണ്ടോ ഈ ഷഡ്ഡിയിൽ. കുഞ്ഞു കൊച്ച. അത് പി എസ് പറഞ്ഞു നമുക്ക് അവിടെയും പോകണമെന്ന് പറഞ്ഞു. പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു താൻ അരി കൊണ്ടിരുന്നുണ്ട്. ഞാൻ കൊണ്ടുവരാം. ഞാനും കൊണ്ടുവരാമെന്ന്. പി എസ് 1 ലോഡ് അരി കൊണ്ട് ഞാൻ 2 ലോഡ് അരി കൊണ്ടുവന്ന് പി എസ് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ പീരുമേട് മുതൽ വാഗമണ്ണ് വരെ എല്ലാ പട്ടികയുടെ കുടുംബങ്ങളും 5 കിലോ അരി വെച്ച് കൊടുത്തു. അങ്ങനെ വി എസിനെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിച്ചു. ഞാൻ ഒരു നല്ല കാര്യം ചെയ്തെന്നുള്ള അഭിമാനബോധത്തോടെ ഞാൻ ഇരുന്നത്. പക്ഷേ പിണറായിയെപ്പോലുള്ള ആളുകളൊക്കെ അത് എന്നെ ശത്രുവായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ രാഷ്ട്രീയമായ ഗ്രൂപ്പുണ്ട്. എനിക്കറിയത്തില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ വിചാരിച്ച് അവരെല്ലാം എന്നെ ഞാൻ ചെയ്യുന്നതിൽ സന്തോഷമെന്ന് ഞാൻ വിചാരിച്ച്. സത്യത്തിൽ വി എസിനെ കൊണ്ട് നടന്ന് ചുമ്മാ തിരുവനന്തപുരത്ത് മാത്രം കുത്തിയിരുന്ന ആളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ജനീകനാക്കിയാണെന്നുള്ളതാണ് എൻ്റെ പേരിലുള്ള തെറ്റ്. അതിനാണ് വി എസ് എന്നെ നശിപ്പിക്കാൻ പിണറായി തീരുമാനിച്ചു. ആ പിറ്റേ ഇലക്ഷനിൽ എനിക്ക് സീറ്റ് കിട്ടാൻ പുറത്താക്കി. ഒരു സീറ്റും ഇല്ല. ശരി, വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പം AK ബാലൻ ഒരു മാന്യായ കമ്മ്യൂണിസ്റ്റുകാരനാണ് കേട്ടോ. ഇവിടെ അവിടുന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ഇതിനെ വിളിച്ചു വയ്ക്കുന്നത് കോടിയേരിയുടെ മകൻ. ഇതിനെ വിളിച്ചു വെക്കുന്നത് കോടിയുടെ മകൻ എന്നോട് അവന് ഭയങ്കര സ്നേഹം തന്നെ. അവൻ പറഞ്ഞ അങ്കിളെ ഇത്തവണ സീറ്റില്ല, ഒറ്റ മാർക്ക് ഇനിയുള്ളൂ, നേരെ AK ബാലനെ പോയി കാണണം, പുള്ളി സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിൽ അങ്കിളിൻ്റെ സീറ്റ് കാണുകയെന്ന് പറഞ്ഞു. ഞാൻ നേരെ വിട്ട് തിരുവനന്തപുരത്ത് നിന്ന് AK കണ്ടു. AK പറഞ്ഞു ജോർജെ ഒരു സംശയമുണ്ട്, PC വീട്ടിൽ പോകും, സീറ്റ് PCക്ക് ഉണ്ടാവും, പൂഞ്ഞായി പോയി നിന്നോളാൻ പറഞ്ഞു. ഞാൻ ഏറ്റിരിക്കുന്നു. അങ്ങനെ AK ബാലൻ്റെ വാക്കാണ് അന്ന് എന്നെ LDFിൽ ഉറപ്പിച്ചു നിർത്തി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് എന്നെ പുറത്താക്കി LDFിൽ നിന്ന്. അതാ രസം. കാരണം ഇതാണ്, പിണറായി ഈ വി എസിൻ്റെ ആളെന്നുള്ള ഒറ്റ തെറ്റാണ്. പിണറായിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സാരമില്ല, എനിക്കതിൽ സന്തോഷമുള്ളൂ. വി എസിൻ്റെ ആളാന്ന് പറയുന്ന അഭിമാനത്തോടാണ് ഞാൻ. ഒരു അപ്പനെ പിതൃതുല്യനായിട്ട് അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്നു. എൻ്റെ ഓർമ്മ വളർത്തോളം കാലം ആ മനുഷ്യൻ നല്ല മനുഷ്യനെ തന്നെ കാണും. ഒരു സംശയമില്ല.